മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ പെരിക്കലൂർ കടവ് കലുങ്ക് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നിർവഹിച്ചിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇതുവരെയും യാതൊരു പ്രവൃത്തിയും തുടങ്ങിയിട്ടില്ല. 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കലുങ്ക് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ മേഴ്സി ബെന്നി നിർവഹിച്ചതാണ്. മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കലേഷ് PS അധ്യക്ഷനുമായി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതാണ്. അമീർ അഹമ്മദ് കരാർ ഏറ്റെടുത്തതിന് ശേഷം ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വർഷക്കാലമായാൽ കബനി നദിയിൽ വെള്ളം വരുമ്പോൾ തന്നെ കലുങ്കിൻ്റെ മുകളിൽ അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് 100ഓളം വരുന്ന പ്രദേശവാസികൾ സഞ്ചരിക്കുന്നത്. കബനി നദി കര കവിയുമ്പോൾ ഈ റോഡിൽ നിന്നും അപ്പുറം റോഡിലേക്ക് തോണി സർവീസ് നടത്തിയാണ് പ്രദേശവാസികൾ സഞ്ചരിക്കുന്നത്. ഇതിന് അറുതി വരുത്തുവാനാണ് പുതിയ കലുങ്ക് നിർമ്മിച്ചത്. 1 മീറ്റർ കൂടുതൽ ഉയരത്തിൽ റോഡ് ഉയർത്തി നിർമ്മിക്കുവാൻ വേണ്ടി 15 ലക്ഷത്തോളം രൂപ കരാർ നൽകിയ പ്രവൃത്തിയാണ് ഇതുവരെയും തുടങ്ങാൻ സാധിക്കാതിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പ്രവൃത്തി തുടങ്ങിയാൽ മാത്രമേ വർഷകാലത്തിനു മുൻപ് പ്രവൃത്തിയെ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തപക്ഷം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിലയ്ക്കുന്ന അവസ്ഥയിലാണ് കലുങ്കിരിക്കുന്നത്. ബൈരൻകുപ്പ പാലത്തിന് കല്ലിട്ടതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ശിലാഫലകവും സ്ഥാപിച്ചിരിക്കുന്നത്. ബൈരൻകുപ്പ പാലത്തിൻ്റെ ഗതികേട് വരുമോ എന്നാണ് നാട്ടുകാരുടെ സംശയം. എത്രയും പെട്ടെന്ന് കരാറുകാരനെ കൊണ്ട് പ്രവൃത്തി ആരംഭിച്ച് മഴക്കാലത്തിന് മുമ്പ് കലുങ്ക് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണമെന്ന് പ്രദേശവാസികളായ സെൽവരാജ് കല്ലറയിൽ, സുനിൽ TA, സുരേന്ദ്രൻ PS, തങ്കമണി സുരേന്ദ്രൻ, ബിന്ദുദാസൻ എന്നിവർ ആവശ്യപ്പെട്ടു. പെരിക്കലൂർ നിവാസികളുടെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മുടെ ഈ പ്രദേശത്തെ കടവ് ഭാഗത്തിൽ ഈ കലുങ്ക് മുതൽ അങ്ങ് തോണിക്കടവ് വരെയുള്ള ഭാഗത്ത് ഈ ചെറിയൊരു വെള്ളപ്പൊക്കം വന്നാൽ തന്നെ ഇവിടുത്തെ ജനങ്ങളെ ഇക്കര വരാനോ ബസ്സിൽ കയറി യാത്ര ചെയ്യാനോ സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനോ മാത്രമല്ല ഈ രോഗികൾക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ പറ്റാത്ത വിധത്തിൽ എല്ലാ വർഷവും ഈ റോഡ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഇവിടെ 100-ലധികം കുടുംബക്കാർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനായിട്ട് മുഖ്യമന്ത്രിക്ക് പ്രത്യേക നിവേദനം ഇവിടുത്തെ ജനങ്ങളുടെ ഒത്താശ പ്രകാരം ഞാൻ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വിവിധ പഞ്ചായത്തുകൾ, അതായത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളുടെ ഈ ചുമതല ഏൽപ്പിക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കലുങ്ക് നിർമ്മാണവും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അപ്രോച്ച് റോഡ് ഉയരം കൂട്ടി നിർമ്മാണം തുടങ്ങിയവ സർക്കാർ ഏൽപ്പിക്കുകയും അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അളന്ന് തിട്ടപ്പെടുത്തി പോവുകയും ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപേ ഏകദേശം 2025 നവംബർ മാസത്തിൽ ഈ കലുങ്ക് പൊളിച്ച് നിർമ്മിക്കാനായിട്ട് അന്നത്തെ വാർഡ് മെമ്പറായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീമതി മേഴ്സി ബെന്നിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം ഇത് വകയിരുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് കരാറുകാരൻ അമീർ എന്ന് പറയുന്ന ഒരു കരാറുകാരനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് 6 മാസത്തിലധികമായി. ഇപ്പം മഴക്കാലം അടുത്തു കഴിഞ്ഞു. ഉടൻ തന്നെ ഈ കലുങ്ക് നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ ഈ ഫണ്ട് ലാപ്സായി പോവുകയും ഈ ജനങ്ങളുടെ ചിരകാല അഭിലാഷം ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കരാറുകാരനെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളായിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായം. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി രാമിൻ ജോസഫ്.